ആദ്യമായിട്ട് ജിഗ്സ് ആൻഡ് ഫിക്സറിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ് നോക്കുന്നത്. ഇത് 2 സെമസ്റ്ററിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒരുമിച്ച് എടുക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ജോബ് ഇൻ പ്രോപ്പർ ലൊക്കേഷൻസ് ആസ് വെൽ as ടു ഗൈഡ് ദ കട്ടിംഗ് ടൂൾ. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്കിനെ ഹോൾഡ് ചെയ്യുകയും ആ വർക്കിൽ ചെയ്യേണ്ട ടൂളിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടി ടൂളിനെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ജിഗ് ആണ്. ജിഗ്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് യൂസ്ഡ് ടു ഹോൾഡ് ദ ജോബ് ഇൻ പ്രോപ്പർ ലൊക്കേഷൻസ് ബട്ട് നോട്ട് ഗൈഡ് ദ ടൂൾ. ശ്രദ്ധിക്കുക ചോദ്യത്തിൻ്റെ വ്യത്യാസം. ഇവിടെ വർക്കിനെ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. പക്ഷേ എന്തിനെ ഗൈഡ് ചെയ്യുന്നില്ല? ടൂളിനെ ഗൈഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ സംവിധാനത്തെ നമ്മൾ എന്താണ് പറയുന്നത്? ഫിക്സ്ചർ എന്നാണ്. ഉത്തരം ഫിക്സ്ചർ. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ യൂസ് ഓഫ് ജിഗ്സ് ആൻഡ് ഫിക്സ്ചർ. ജിഗ്സ് ആൻഡ് ഫിക്സ്ചറിൻ്റെ ആവശ്യകത എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ് ഇന്റർചേഞ്ചബിലിറ്റി. അതായത് ഒരേപോലുള്ള പ്രോഡക്റ്റ് മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ജിഗിൻ്റെയൊക്കെ ആവശ്യകത വളരെ വലുതാണ്. അപ്പോൾ ഉത്തരം മാസ് പ്രൊഡക്ഷൻ ആണ്. നാലാമത്തെ ചോദ്യം, ദ ബോഡി ഓഫ് ദിസ് ജിഗ് ഈസ് സോളിഡ് ബ്ലോക്ക് ആൻഡ് യൂസ്ഡ് ഫോർ സ്മോൾ വർക്ക്. ഈ ജിഗിൻ്റെ ബോഡി എങ്ങനെയാണ്? സോളിഡ് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ചെറിയ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ആ ജിഗ് എന്നാണ്? ഉത്തരം സോളിഡ് ജിഗ്. കിട്ടുമല്ലോ? ആൻസർ സോളിഡ് ജിഗ്. അഞ്ചാമത്തെ ചോദ്യം, ദിസ് ജിഗ് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഫ്രം എ ബോർ ആൻഡ് ടു സപ്പോർട്ട് ദ വർക്ക്. അതായത് ഇതിൽ വർക്കിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും സാധാരണ ജിഗ് പോലെ തന്നെ. കൂടാതെ ഇതിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തിൻ്റെ സഹായത്തോടെയാണ്? ഒരു ബോറുണ്ട്, അതിൻ്റെ സഹായത്തോടെയാണ്. ഓക്കെ ആണോ? ഏതാണ് ആ ജിഗ് എന്നാണ്? ഉത്തരം പോസ്റ്റ് ജിഗ് എന്നാണ്. ഇത് ചോദ്യത്തിൽ വരുമ്പോൾ ഓർക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. ക്വസ്റ്റനിൽ ലൊക്കേറ്റിംഗ് ഫ്രം എ ബോർ എന്ന വേർഡ് കണ്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് ആൻസർ ചൂസ് ചെയ്യാം? പോസ്റ്റ് ജിഗ് ചൂസ് ചെയ്യാം. ഉത്തരം പോസ്റ്റ് ജിഗ്. ആറാമത്തെ ചോദ്യം, ദ സോഫ്റ്റ് വർക്ക് കെപ്റ്റ് ബിറ്റ്വീൻ ദ ബേസ് പ്ലേറ്റ് ആൻഡ് ഡ്രിൽ പ്ലേറ്റ് ബിക്കോസ് ഇറ്റ് മേ ബെൻഡ് ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് മെഷീൻ വിച്ച് ഈസ് ദ ജിഗ്. അതായത് നമ്മൾ സോഫ്റ്റ് മെറ്റൽസ് ഡ്രിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷീൻ ചെയ്യുന്ന സമയത്ത് അത് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബെൻഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ജിഗ് ഉപയോഗിക്കും. എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ബേസ് പ്ലേറ്റിൻ്റെയും ഡ്രിൽ പ്ലേറ്റിൻ്റെയും ഇടയിൽ നമ്മൾ വർക്ക് വെച്ച് കൊടുക്കും. സ്പേസ് ഒന്നും അതിനിടയിൽ വേറെ ഇല്ല. വർക്ക് ഇരിക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കില്ല? ബെൻഡ് ആവാനുള്ള ചാൻസ് കുറഞ്ഞു കിട്ടും. ഓക്കെ ആണോ? ഏതാണ് ആ ജിഗ് എന്നാണ്? ഓർക്കുക, രണ്ടിൻ്റെ ഇടയിലല്ലേ വർക്ക് ഇരിക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് എന്ന് ഓർമ്മിച്ചാൽ മതി. ഉത്തരം സാൻഡ്വിച്ച് ജിഗ്. ഓക്കെ ആണല്ലോ? ഏഴാമത്തെ ചോദ്യം, ഡാഷ് ജിഗ് ഹാസ് 4 leg ഫോർ ആക്യുറേറ്റ് സീറ്റിംഗ്. ആക്യുറേറ്റ് സീറ്റിങ്ങിന് വേണ്ടി 4 കാലുകളുള്ള ജിഗ് ഏതെന്നാണ്? ഉത്തരം ടേബിൾ ജിഗ്. ഉത്തരം ടേബിൾ ജിഗ്. ഓക്കെ ആണല്ലോ? ഇതിലെ അവസാനത്തെ ചോദ്യം, വിച്ച് ജിഗ് ഈസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ബോക്സ് ഓർ ഫ്രെയിം വർക്ക്. ഫ്രെയിം വർക്കിൻ്റെ അല്ലെങ്കിൽ ബോക്സിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ജിഗ് ഏതെന്നാണ്? ഉത്തരം ബോക്സ് ജിഗ് ആണ്. ബോക്സ് ജിഗ്. അടുത്തതായിട്ട് നമ്മൾ ആൻവിലിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ഹെവി ബ്ലോക്ക് ഓഫ് കാസ്റ്റ് സ്റ്റീൽ ഓൺ വിച്ച് ഹോട്ട് മെറ്റൽ ഈസ് ഫോർജ്ഡ്. നമുക്ക് മെറ്റൽ ഫോർജ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെവി ബ്ലോക്കിൻ്റെ പേരെന്തെന്നാണ്? ഏതിൻ്റെ പുറത്ത് വെച്ചാണ് ഫോർജ് ചെയ്യുന്നത് നമ്മൾ? ഉത്തരം ആൻവിലാണ്. ഓക്കെ ആണല്ലോ? ആൻവിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, ഡാഷ് പാർട്ട് ഓഫ് ആൻവിൽ ഈസ് യൂസ്ഡ് ഫോർ ബെൻഡിങ് ആൻഡ് റൗണ്ടിങ് ഓപ്പറേഷൻ. നമ്മൾ ഫോർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പറഞ്ഞു. അതുപോലെ ബെൻഡ് ചെയ്യാനും റൗണ്ട് ചെയ്തെടുക്കാനും വർക്ക് പീസുകൾ അങ്ങനെ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഏത് പാർട്ടിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ആൻവിലിൻ്റെ എന്നാണ് ചോദ്യം. ഉത്തരം ബീക്ക് ആണ്. ബീക്ക്. ഓക്കെ ആണല്ലോ? ബീക്ക്. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് പാർട്ട് ഇൻ ആൻവിൽ ഈസ് യൂസ്ഡ് ഫോർ അപ്സെറ്റിംഗ് ആൻഡ് ജമ്പിംഗ് ഓഫ് മെറ്റൽ. അപ്സെറ്റിംഗ് ആൻഡ് ജമ്പിംഗ് വർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ഫോർജിങ്ങിലെ ഓരോ ഓപ്പറേഷൻസ് ആണത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ആൻവിലിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണ് എന്നാണ്? ഉത്തരം അപ്സെറ്റിംഗ് ബ്ലോക്ക്. ഓക്കെ ആണല്ലോ? അപ്സെറ്റിംഗ് ബ്ലോക്ക്. അടുത്തതായിട്ട് സ്വേജ് ബ്ലോക്കിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബെൻഡിങ്, പഞ്ചിങ്, ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് മെറ്റൽ ഡ്യൂറിംഗ് ഫോർജിങ്. അതായത് ഫോർജിങ് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസിനെ ബെൻഡ് ചെയ്യാൻ, പഞ്ച് ചെയ്യാൻ, അതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് എന്ത് സംവിധാനമാണ്? ഉത്തരം സ്വേജ് ബ്ലോക്ക് ആണ്. സ്വേജ് ബ്ലോക്കിൻ്റെ പുറത്ത് വെച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗ്രൂസ് ഓൺ ദ സൈഡ് ഓഫ് സ്വേജ് ബ്ലോക്ക്. അതായത് സ്വേജ് ബ്ലോക്കിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂസ് എന്തിനാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഷേപ്പിംഗ് ആൻഡ് ഫിനിഷിംഗ്. ഷേപ്പിംഗ് ആൻഡ് ഫിനിഷിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, സ്വേജ് ബ്ലോക്സ് ആർ മെയ്ഡ് ഓഫ് ഡാഷ് മെറ്റീരിയൽ. എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് സ്വേജ് ബ്ലോക്സ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഉത്തരം മാല്യബിൾ കാസ്റ്റ് അയൺ. മാല്യബിൾ കാസ്റ്റ് അയൺ. അടുത്തതായിട്ട് സോൾഡറിംഗ് അയൺസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആണ്. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സോൾഡറിംഗ് അയൺ. സോൾഡറിംഗ് അയണിൻ്റെ ഉപയോഗം എന്നാണ്? എന്താണ് ഉപയോഗം? ടു മെൽറ്റ് ദ സോൾഡർ ആൻഡ് ഹീറ്റ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്ത് അതുപോലെ തന്നെ സോൾഡറിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയും. ഓക്കെ ആണല്ലോ? അതാണ് സോൾഡറിംഗ് അയണിൻ്റെ യൂസ്. അടുത്ത ചോദ്യം, സോൾഡറിംഗ് അയൺ ഈസ് നോൺ എസ് കോപ്പർ ബിറ്റ്. വൈ? സോൾഡറിംഗ് അയൺ നമ്മൾ കോപ്പർ ബിറ്റ് എന്നും പറയാറുണ്ട്. എന്താണ് അതിന് കാരണമെന്നാണ്? ഉത്തരം ഹെഡ് ഓഫ് സോൾഡറിംഗ് അയൺ ഈസ് മെയ്ഡ് ഓഫ് കോപ്പർ. കോപ്പർ കൊണ്ടാണ് സോൾഡറിംഗ് അയണിൻ്റെ ഹെഡ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ?
ചോദ്യം, വാട്ട് ആർ ദ പാർട്സ് ഓഫ് സോൾഡറിംഗ് അയൺ? അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് പാർട്ട്. ഷാങ്ക്, വുഡൻ ഹാൻഡിൽ ആൻഡ് എഡ്ജ്. ക്ലിയർ ആണല്ലോ. ചോദ്യമാണ് 4ാമത്തെ ചോദ്യം. ഹൗ മെനി ടൈപ്സ് ഓഫ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ജനറൽ സോൾഡറിംഗ് വർക്ക്? ജനറൽ സോൾഡറിംഗ് വർക്കിന് വേണ്ടി എത്ര തരത്തിലുള്ള കോപ്പർ ബിറ്റ്സ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെന്നാണ് ഉത്തരം. 7 ടൈപ്സ് ആണ്. 7 തരത്തിലുണ്ട്. 7 ടൈപ്പ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഹൗ ടു സ്പെസിഫൈ സോൾഡറിംഗ് ബിറ്റ്സ്? സോൾഡറിംഗ് ബിറ്റ്സിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെന്നാണ് ഉത്തരം. വെയിറ്റ് ഓഫ് കോപ്പർ ഹെഡ്. കോപ്പർ ഹെഡിൻ്റെ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ ആണല്ലോ. വെയിറ്റ് ഓഫ് കോപ്പർ ഹെഡ്. അടുത്ത ചോദ്യം, പോയിന്റഡ് പിരമിഡ് ടൈപ്പ് സോൾഡറിംഗ് ബിറ്റ്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സോൾഡറിംഗ് അയൺ? പോയിന്റഡ് പിരമിഡ് ടൈപ്സിൻ്റെ വേറൊരു പേര് എന്താണ് ചോദ്യം. എന്താണ് ഉത്തരം? പോയിന്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്സ്. പോയിന്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്സ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഡാഷ് സോൾഡറിംഗ് ബിറ്റ് ഈസ് ഹീറ്റഡ് ബൈ LPG ഫ്ലെയിം ഹാവ് എ ഗുഡ് ഹീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഗുഡ് ഹീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള LPG ഫ്ലെയിം കൊണ്ട് നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കുന്ന സോൾഡറിംഗ് ബിറ്റ് ഏതെന്നാണ് ഉത്തരം. ഗ്യാസ് ഹീറ്റഡ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഗ്യാസ് ഹീറ്റഡ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ദിസ് ടൈപ്പ് ഓഫ് സോൾഡറിംഗ് അയൺ ഈസ് സ്യൂട്ടബിൾ ഫോർ സോൾഡറിംഗ് ദ ഇൻസൈഡ് ബോട്ടം ഓഫ് റൗണ്ട് ജോബ്. ഒരു റൗണ്ട് വർക്കിൻ്റെ ഇൻസൈഡ് ബോട്ടം സോൾഡറിംഗ് ചെയ്യാൻ വേണ്ടി ഏത് സോൾഡറിംഗ് ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് ഉത്തരം. സ്ട്രെയിറ്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. സ്ട്രെയിറ്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. 9ാമത്തെ ചോദ്യം, ദിസ് ടൈപ്പ് ഓഫ് സോൾഡറിംഗ് അയൺ ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിംഗ് ലാപ്പ് ഓർ ഫ്ലാറ്റ് പൊസിഷൻ ഔട്ട്സൈഡ് റൗണ്ട് ഓർ സ്ക്വയർ ബോട്ടം. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ പറയുന്നത് ഈ സോൾഡറിംഗ് അയൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ലാപ്പ് ഓർ ഫ്ലാറ്റ് പൊസിഷനിൽ സോൾഡർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഒരു റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ബോട്ടം ചെയ്യാൻ വേണ്ടിയും ഉപയോഗിക്കാം. ഏതാണ് സോൾഡറിംഗ് അയൺ എന്നാണ് ഉത്തരം. ഹാച്ചറ്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഹാച്ചറ്റ് സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഡാഷ് സോൾഡറിംഗ് ബിറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ഇൻ എനി പൊസിഷൻ. ഏത് പൊസിഷനിൽ വേണോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോൾഡറിംഗ് ബിറ്റ് ഏത് എന്നാണ് ഉത്തരം. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, അഡ്ജസ്റ്റബിൾ സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. അഡ്ജസ്റ്റബിൾ സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഓക്കെ ആണല്ലോ. അവസാനത്തെ ചോദ്യം, ഇറ്റ് ഈസ് ലൈക്ക് എ ഹാച്ചറ്റ് ടൈപ്പ് ബട്ട് ബിഗർ ഇൻ സൈസ് യൂസ്ഡ് ഫോർ എന്നാണ്. ഫ്രോ എന്ന് കിടക്കുന്നത്. സോൾഡറിംഗ് ഹെവി ഗേജ് മെറ്റൽ. ഓക്കെ ആണല്ലോ. ഹെവി ഗേജ് മെറ്റൽ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതിന് സാദൃശ്യമുള്ള, ഹാച്ചറ്റ് ടൈപ്പുമായിട്ട് സാദൃശ്യമുള്ള എന്നാൽ അതിനേക്കാളും വലിയ സൈസുള്ള സോൾഡറിംഗ് കോപ്പർ ബിറ്റ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഹാൻഡി സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഹാൻഡി സോൾഡറിംഗ് കോപ്പർ ബിറ്റ്. ഓക്കെ ആണല്ലോ.